അപ്പോൾ എങ്ങനെ തുടങ്ങുക അല്ലേ? 2026 ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആട്ടോ ഇത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതിനുവേണ്ടി ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. തീ കത്തിക്കാൻ പ്രത്യേകം ഓർക്കണം. അങ്ങനെ തീ കത്തിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കുക്കറിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റി പകുതി ആകുമ്പോഴത്തേക്കിനും അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ. അതിനുശേഷം പൊടികളൊക്കെ ആവശ്യത്തിന് ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നോട്ട് ദ പോയിന്റ്. ചാമയരി മില്ലറ്റ് റൈസ്, അതായത് തവിടുള്ള മില്ലറ്റ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ചധികം മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കണേ. അത് അതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന്, അതായത് നമ്മൾ ആ എടുക്കുന്ന റൈസിനേക്കാളും കുറച്ച് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. കറക്റ്റ് അളവ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിട്ടിട്ട് 2 വിസിൽ എടുത്തപ്പോഴത്തേക്കിനും മില്ലറ്റ് മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഗായ്സ്, അടിപൊളി സാധനമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു റൈസ് കഴിച്ചിട്ട് കുറേ അധികം നാളുകൾ തന്നെയായി. കാരണം എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് റൈസും കാര്യങ്ങളും ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല കട്ടയ്ക്ക് ഡയറ്റിനാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡയറ്റ് എടുക്കുന്നവർക്ക് ഈ ഒരു സാധനം അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. കിഡു ടേസ്റ്റാണ്. ആ മസാലയൊക്കെ എല്ലാതും അങ്ങോട്ട് മിക്സ്ഡായി. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തവിടുള്ള മില്ലറ്റ് റൈസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.